മീഡിയനൊക്കെ വിളിച്ച് ഒരു തരം അവതരിപ്പിക്കണ രീതിയിൽ പറയുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, യേശുവ ചെയ്തത് ആരും അറിയാണ്ട് ചെയ്യണ കാര്യം പറഞ്ഞായിരുന്നു. ഇത് ചെയ്യണ മുമ്പ് പറയും ഇത് ആരും അറിയരുത്, അറിയാത്ത പോലെ ചെയ്യുക. അപ്പോൾ പറയാം നീ അറിയരുത്, ഇതാക്കി കൊടുക്കും, എന്നിട്ട് അവിടെ നിന്ന് പോകും. പിന്നെ 25 വയസ്സിൽ എല്ലാവരും മറിയത്തിന് മക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയും, സഹോദരന്മാർ പറയും, രാത്രി ഭക്ഷണത്തിരിക്കുമ്പോൾ പറയും, നിങ്ങൾക്ക് മരപ്പണിയൊക്കെ വിട്ടിപ്പോൾ മരിച്ചിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങാം. 30 വയസ്സിൽ ബാപ്റ്റിസം ചെയ്തു, അങ്ങനെ പുറത്തൊരു 3.5 വർഷം ചെയ്തു. 3 6 7/2 ഒക്കെ എൻ്റെ കാൽക്കുലേഷനൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആരും അറിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് ഉറങ്ങിയ അങ്ങനെ പറയും തിരിയണില്ലല്ലോ അവർ തന്നെ ചോദിക്കും മീഡിയക്കാർ. അപ്പോൾ നാളെ ആവാം, പിന്നെയും വിളിച്ച് പറയുമ്പോൾ ഇപ്പം മടിയാ, പിന്നെ ആവാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ബോധിപ്പിക്കാൻ പോകില്ല. എനിക്ക് വെഡ്ഡികളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലാന്ന്. അപ്പോൾ ഞാൻ ഒരു പ്ലാൻ ഇട്ട് വരുമ്പോൾ പറയണത് എങ്ങനെയാണ്, ഇപ്പോൾ കുരിയച്ചിറ ഇപ്പോൾ ഒരു ബൈക്ക് ബൈക്ക് ഗ്രേസിയ ബൈക്ക് കോങ്കളൂരിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ മാറ്റിയിട്ട് സമയമൊന്നും എടുക്കില്ല അധികം. ജസ്റ്റ് ഒരു ഹെഡ്ഫോൺ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ലൗഡ് സ്പീക്കർ ഫിക്സ് ചെയ്യുക, ചെറുത് മതി, നല്ല ഡോൾബി അറ്റ്മോസ്ഫിയർ കേട്ടാൽ നല്ലത്. മൈക്ക് ഷർട്ടിൽ ജസ്റ്റ് ഫിറ്റ് ചെയ്ത ബനിയൻ ടീഷർട്ടുമ്പോൾ ഫിക്സ് ചെയ്ത ഒരു പ്രത്യേകതരം മൈക്ക് ഉണ്ട്. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൈക്ക് അതുമൊക്കെ ആരും പറയണമെന്നില്ല. അപ്പോൾ അതിന്മേൽ നിന്ന് അത് ഇരുന്ന് പറയാം, സ്പീക്കർ കണക്ട് ചെയ്ത്. അപ്പോൾ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൻ്റെ പെട്രോളിയം സ്റ്റാൻഡിൻ്റെ തൊട്ട് മുന്നിലുള്ള സ്ലാബിൻ്റെ മുന്നിലാണെങ്കിലും അരികത്ത് എതിർവശത്ത്, പിന്നെ ഈ വശത്ത് കുരിച്ചിറ സ്ലാബിൻ്റെ മുകളിലായാലും അടുത്ത് ബസ് സ്റ്റോപ്പിൻ്റെ മുന്നിലായാലും പള്ളിയുടെ മുന്നിൽ ഏത് പള്ളിയാണെങ്കിലും. അപ്പോൾ അത് പിന്നെ ഒരു ഹൈവേ ഉണ്ട്, അവിടെ തൊട്ട് പ്രാക്ടീസ് ചെയ്യാം. മണ്ണുത്തി ഒരു പ്ലാൻ ഇട്ട് പോയ മണ്ണുത്തി പട്ടിക്കാട് ഹൈവേ ബൈപ്പാസിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് എതിർവശത്ത്, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എതിർവശത്ത് 5 സ്റ്റാർ ഹോട്ടലിൻ്റെ തൊട്ട് മുന്നിൽ പറയുകയാണെങ്കിൽ ഒരു പ്രാക്ടീസ് ആവും. ഒരു 15 മിനിറ്റ് കൂടെ എടുക്കില്ല, കുറച്ച് നേരത്തെ എടുക്കുള്ളൂ. അപ്പോൾ അത് ഉള്ളടക്കം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ആരും അറിയാണ്ട് പറയണതിൽ അർത്ഥമുണ്ട്, അപ്പോൾ ഒരു പ്രതിഫലനം ഉണ്ടാവും പറയാം. അല്ല അറിഞ്ഞിട്ട് പറയണതിൽ പറയാം, എന്നാലും ആരും വിശ്വസിക്കാണ്ട് മാറാണ്ട് തയ്യാറാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തമ്മിൽ കുഴി ചാടിക്കുക, വെഡിത്തം മാറ്റാനുള്ള കാര്യങ്ങളാണ് പറയണത്. വെഡിത്തത്തിൽ ജീവനില്ലാത്തത് ആരാധിച്ച് നടക്കണവർ തമ്മിൽ ചവറുകൾ പറഞ്ഞ് തമ്മിൽ കുഴി ചാടിക്കണവരാണ്. കുഴി ചാടിച്ച് ഭാര്യ ഭർത്താവായാലും കൂട്ടുകാരായാലും ചാടിച്ച് അവർക്ക് ഇല്ലാണ്ടാവണം. അവർക്ക് വേറെ ശവപ്പെട്ടി മഞ്ചയും പൂക്കളൊന്നും ആവശ്യമില്ല. ഓൾറെഡി ശവമായിട്ട് സ്വന്തം തന്തയുടെ തള്ള റിട്ടയർഡ് നേച്ചർ അനുകരിച്ച് നടക്കണവർക്ക് സ്പൂൺ ഫീഡിങ്, ശവമായിട്ട് ജീവിക്കണവർക്ക് വീണ്ടും ശവമാവേണ്ട ആവശ്യമില്ല. മീൻസ് ശവപ്പെട്ടി ആവശ്യമില്ല, അത് പറയേണ്ടത് ശരിയല്ല. അപ്പോൾ അത് പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് എല്ലാം പറയണ രീതിയിൽ പറയാം, ജീവനില്ലാത്ത വിഗ്രഹാരാധന. അപ്പോൾ വെഡിത്തരത്തിൽ നിന്ന് മാറി നിൽക്കാന്ന് പറയുന്നത് ശരിയാണ് കാര്യം. അപ്പോൾ ഏത് രീതിയിൽ പറയണേ, എങ്ങനെ പറയണേ, ആ രീതിയാണ് നോക്കേണ്ടത്. ചോദിക്കേണ്ടാത്ത രീതിയിൽ ചോദിക്കും, പറയേണ്ട രീതി പറയില്ല, ചോദിക്കണ രീതിയിലും പറയും. അപ്പോൾ ആ ഒരു ഇമ്പം എന്താ പറയുക, ഒരു ഏത് രീതിയിലാണ് അവതരണമായാലും എന്ത് രീതിയാണെങ്കിലും അത് ഏത് രീതിയിലാണെന്ന് നോക്കുക. ദേഷ്യത്തിലാണോ, കുടിച്ചിലൊക്കെ കെട്ട് ബീഡി വലിച്ച് വെഡിത്തത്തിന് കൈയടിച്ച് കുറേ കൂട്ടബലാത്സംഗം, ഫാമിലി കൊലപാതകം, കത്തിക്കുത്ത്, വെടിപിടി, ഇത് അയ്യെന്ന് പറയുമ്പോൾ ഇതന്നെ ആ സ്റ്റോറി വളഞ്ഞ മോഹൻ വെച്ച് ഇൻ്റർവ്യൂ വെച്ചിട്ട് അവരുടെ മോഹൻ ഫേസ്ബുക്കിൽ എൻ്റെ വെച്ചാൽ അതെല്ലാം അറിയാം. അപ്പം ആ കുടിച്ചിലൊക്കെ കെട്ട് കൂട്ടുകാഴ്ച വെടിത്തന്നെ വൈറ്റ് സ്ക്രീനിൻ്റെ തൊട്ട് വെളിച്ചുമ്പോൾ പല്ലൊക്കെ പുറത്തേക്ക് ചാടി ബാ കൈ അടിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം എനിക്കറിയാം അവർക്കും പറയില്ല, അവരോട് ആരും പറഞ്ഞു കൊടുത്താലും അവർ പറയില്ല, പെടുകയും ചെയ്യും. വിലയില്ലാത്ത വെഡിത്തത്തിൽ മുഴുകണ കാരണം ശോഷിച്ച അവസ്ഥ അവരുടെ നാവ്, ശോഷിച്ച അവസ്ഥ അവരുടെ കാണിക്കണം. അവരിന്ന് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല. അപ്പം അങ്ങനെ തന്നെ